Hello friends, I am Maverick. Bethlehem Kudumba Unit, directed by Girish Shetty, the director of Premalu, Tannirmutha Dinangal, I Am Kadalan and Super Sharnya. എല്ലാവരും പ്രതീക്ഷ എന്താണോ അത് നമുക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടി. ഗിരീഷ് ഷെഡി കണ്ടിന്യൂസ് ഹിസ് ഹിറ്റ് സ്ട്രൈക്ക്. സ്ക്രീൻ പ്ലേ ഗിരീഷ് ഷെഡി തന്നെയാണ്. പ്രൊഡ്യൂസ് ബൈ ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ, ഫഹദ് ഫാസിൽ. ഒപ്പം സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് കിരൺ ജോസൈ. വിഷ്ണു വിജയ് ആണ് മ്യൂസിക്. എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ്. സിനിമാറ്റോഗ്രാഫർ അജ്മൽ സാബു. അഭിനയിച്ചിരിക്കുന്നവർ നിവിൻ പോളി, മമിത ബൈജു, സുരേഷ് കൃഷ്ണ, സംഗീത് പ്രതാപ്, മീനാക്ഷി രവീന്ദ്രൻ, പാർവതി അയ്യപ്പദാസ്, റോഷൻ ഷാനവാസ്, ഷമീർ ഖാൻ, മീനാക്ഷി രവീന്ദ്രൻ, ശ്യാം മോഹൻ. ഓഫ്കോഴ്സ് ഗിരീഷ് ഷെഡിയുടെ മുമ്പത്തെ പല പടങ്ങളിലുള്ള പല ആക്ടേഴ്സിനെ അതുപോലെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് പ്രതീക്ഷയോ അത് തന്നെ നമുക്ക് കിട്ടി. ഒരു പക്ക ഗിരീഷ് ഷെഡിയുടെ പടം നമ്മൾ പടത്തിൽ എന്ത് കാണുന്നോ അത് തന്നെ. ഓഫ്കോഴ്സ് ഒരു യൂഷ്വൽ ലവ് സ്റ്റോറി തന്നെയാണ്. ഒരു നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള അതേ കഥകളൊക്കെ തന്നെയാണ്. ഈവൻ റീസെൻ്റ്ലി പോലും ഇറങ്ങിയിട്ടുണ്ട് അതുപോലത്തെ ഒരു കഥ. ബട്ട് ദ പ്രസൻറ്റേഷൻ, അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്തു എന്നതിലാണ് ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു പുതുമയുള്ളത്. ഓഫ്കോഴ്സ് അവിടെ ഇവിടെ ഒരുപാട് കോമഡി എലമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് റെഫറൻസസ് ഉണ്ട്, ഒരുപാട് പടങ്ങളുടെ റെഫറൻസസ്. അതൊക്കെ വളരെ ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. നിവിൻ പോളി ആവട്ടെ, മമിത ബൈജു ആവട്ടെ. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരുപാട് കോമഡി എലമെൻറ്റ്സ് ഉണ്ട്. മോർ ദാൻ എ ലവ് സ്റ്റോറി. ഒരുപാട് നമുക്ക് പക്ക ഒരു ഫീൽ ഗുഡ് പടം, അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂനോട് 100% നീതി പുലർത്തിയ പടമാണ്. ഓഫ് കോഴ്സ് ഫാമിലി ഓഡിയൻസ് ആവട്ടെ, അല്ലാത്ത യൂത്ത് ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളൊരു പക്ക 100% ഫീൽ ഗുഡ് ഒരു കോമഡി ഫൺ മൂവി തന്നെയാണ്. ഷമീർ ഖാനും സുരേഷ് കൃഷ്ണയും റോഷൻ ഷാനവാസ് ഇവരൊക്കെയാണ് അതിനകത്ത് മെയിനായിട്ട് അതിൻ്റെ ആ ഒരു റെഡിക്കുലസ് അല്ലെങ്കിൽ ഹ്യൂമർ സീൻസ് അവർ കൈകാര്യം ചെയ്ത് അത് അവർ തന്നെയാണ് മെയിൻലി കൈകാര്യം ചെയ്തത്. അതവർ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ എനിക്കറിയാം, നമ്മൾ തുടങ്ങിയപ്പം മുതൽ പലയിടങ്ങളിലും ഭയങ്കരമായിട്ട് അവിടെ തിയേറ്റർ ആകെ ചിരിയും മേളമായിരുന്നു. പിന്നെ വിനയ് ഫോർട്ട് ഉണ്ട് ഈ പടത്തിലൊരു ചെറിയ റോൾ ചെയ്യുന്നുണ്ട്. ബട്ട് പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു. അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ഒരു ആ സീൻ കണ്ടപ്പോൾ നമുക്ക് പുള്ളിക്ക് രണ്ടിട്ട് പൊട്ടിക്കാൻ തോന്നി. അതായിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അത് പുള്ളിക്കാരൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് അതങ്ങനെ തോന്നാൻ കാര്യം. പിന്നെ നല്ല അടിപൊളി മ്യൂസിക് ആയിരുന്നു. BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഗംഭീരമായിരുന്നു. നല്ല അടിപൊളി മേക്കിംഗ് ആയിരുന്നു. ഒരടുത്ത് പോലും നമുക്ക് ബോർ അടിച്ചില്ല. ഒരടുത്ത് പോലും നമുക്കത് ആ പടത്തിലോട്ട് നമ്മൾ കയറുമ്പോൾ ഉള്ള ആ ട്രാക്ക് കയറി ജസ്റ്റ് ഒരു 2 മിനിറ്റ് തന്നെ നമ്മൾ ആ മെയിൻ ട്രാക്കിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് പോലും നമ്മൾ അതിൽ നിന്ന് മാറത്തില്ല. ഒരു അല്പം പോലും ഡ്രോപ്പ് ആവാതെ ഫുൾ പടം കഴിയുന്നത് വരെ നമ്മൾ ഇരുന്ന് ബോറടിക്കാതെ നമ്മളെ കാണാൻ പറ്റിയിട്ടുണ്ട്. നിവിൻ പോളി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എല്ലാവർക്കും ഇത്ര ഭയങ്കര സാറ്റിസ്ഫൈ ചെയ്ത ഒരു പടം എന്ന് പറയുന്നത് സർവ്വമായാണ്. ഓഫ്കോഴ്സ് അതേപോലത്തെ ഒരു പക്ക ഫീൽ ഗുഡ് പടമാണ്. ബട്ട് ഐ ഷുഡ് സേ മോർ ഹ്യൂമർ സീൻസും ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞുള്ളൂ, ഒരുപാട് റെഫറൻസസും കാര്യങ്ങളൊക്കെ. ഈവൻ ഒരു പാൻ ഇന്ത്യൻ ലെവൽ റെഫറൻസ് വരെ ഉണ്ട്. അത് സ്പോയിൽ ചെയ്യുന്നില്ല, നിങ്ങൾ പോയി കാണുക. സോ ഇറ്റ്സ് എ യൂഷ്വൽ ലവ് സ്റ്റോറി ബട്ട് വിത്ത് എ ലോഡ് ഓഫ് ന്യൂ ആൻഡ് ഹ്യൂമറസ് എലമെൻറ്റ്സ് വിത്ത് റിയലി എൻഗേജിങ് സ്റ്റോറി ലൈൻ ആൻഡ് സ്ക്രീൻ പ്ലേ. ഇതിന് പെർഫോമൻസ് ഒരുപാട് സ്ലാപ്സ്റ്റിക് കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലവ് സ്റ്റോറി എന്നതിലുപരി ഓഫ്കോഴ്സ് ലവ് സ്റ്റോറി അത് മെയിൻ സ്റ്റോറി തീം അത് തന്നെയാണ്. ബട്ട് അതിനെങ്ങനെ കൊണ്ടുപോയി എന്നതിലാണ് ഇതിൻ്റെ മെയിൻ ആ ഗിരീഷ് ഷെഡി എന്ന ഡയറക്ടറിൻ്റെ ആ സ്ക്രീൻ പ്ലേൻ്റെ ഒക്കെ മികവെന്ന് പറയുന്നത്. സോ ഓവറോൾ ഇറ്റ് വാസ് എ റിയലി ഗ്രേറ്റ് എൻ്റർടൈൻമെൻറ്റ് ഫൺ ഫ്ലിക് മൂവി. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ അബൌട്ട് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ എത്തുന്നവരെ ടേക്ക് കെയർ, ഗുഡ് ബൈ.